പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തനിക്ക് വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കും. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വളരെ ശുദ്ധീകരണത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമക്കൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. യോശുവയുടെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്നത്, ഇന്ന് ശുദ്ധീകരണം നടന്നാൽ നാളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ പകരട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇന്ന് പകലും കർത്താവ് നമ്മുടെ മേൽ അയക്കട്ടെ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ വാക്കുകൾ മാറും, ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. നമ്മളെ പ്രാരംഭമായിട്ട് കേൾപ്പിച്ചു, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഭംഗിയുള്ള കിരീടം, രാജമുടി ആയിരിക്കുമെന്ന് സമാപനമായി പ്രിയ പാസ്റ്റർ പറയുന്നുണ്ട്. ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നാം ശ്രേഷ്ഠതയുള്ളവരാണ്. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എൻ്റെ അന്തരാത്മാവ് നൽകി തന്ന ചുരുക്കം ചില ആലോചനകൾ ഞാൻ രാവിലെ അത് എഴുതി വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്തിയത്. തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ആ രണ്ട് കര ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്, ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ഒരു വാക്കെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങ് ഇടപെടണം, എൻ്റെ കുടുംബത്തിന് അതൊരു വിടുതലിന് കാരണമാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം പ്രവർത്തിക്കും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകി തരികയുണ്ടായി. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥിക്കണം. ദൈവം അഭിമുഖമായി ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ദൈവശബ്ദം കേൾക്കുന്ന മോശ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് വിട്ടുപിരിയാതെ കൂടാരത്തോട് ചേർന്ന് നിൽക്കുന്ന യോശുവ. ഇനിയും സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ ദൈവം ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി ദൈവം ഇടപെടുന്നതിനെക്കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫൂന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പ്രധാനപ്പെട്ട 3 വ്യക്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകി തന്ന ദൂതുകൾ, ആലോചനകൾ നിങ്ങളിലേക്കൊന്ന് കൈമാറുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒന്ന്, ദൈവത്തോട് അഭിമുഖമായി ഒരു സ്നേഹിതനെ പോലെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മോശ. കൂടാരത്തെ വിട്ടുപിരിയാത്ത യോശുവ. സത്യത്തിനു വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന കാലേബ്. 3 വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം അവരെ ഉയർത്തിയത് അസാധാരണമായ നിലയിലാണ്. മോശ ഒരു സാധാരണ വ്യക്തിയായിരുന്നു. ഒരു സാധാരണ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ആഗ്രഹിക്കപ്പെട്ടവനാ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മോശ തിരിച്ച് മിസ്രൈമിലെ സുഖ സൗകര്യങ്ങളെക്കാൾ തൻ്റെ ജനത്തോട് ചേർന്ന് കഷ്ടമനുഭവിപ്പാൻ താൻ തീരുമാനമെടുത്തു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ചില ആളുകളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചിട്ടുണ്ട്. അവർക്ക് ചെറുപ്പം മുതൽ അറിയാം അവരെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന്. മോശയുടെ വിളി അങ്ങനെയായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മോശയെക്കുറിച്ചൊരു വലിയ പദ്ധതി ദൈവം തമ്പുരാൻ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഈ ജീവിതം പുറത്തു വന്നത്. പക്ഷേ ഒളിപ്പിച്ചു വെക്കുവാൻ
ഒരു പരിമിതിയുണ്ടല്ലോ, പരിമിതികളെല്ലാം കഴിഞ്ഞു. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത പരിസ്ഥിതികൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ അവർ ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരായിരുന്നു. കരയുന്ന ഒരു വലിയമ്മയുടെ കൊച്ചു മക്കളാണല്ലോ ഇത്. ലേയ കണ്ണിന് ശോഭ കുറവുള്ളവളായിരുന്നെങ്കിലും ആ തലമുറയിൽ വെളിപ്പെട്ടു വന്ന അതിപ്രധാനമായ 2 പേരുണ്ട്. ഒന്ന്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി യുദ്ധത്തിനും ആരാധനയ്ക്കും ദൈവപ്രവൃത്തിക്കൊക്കെ ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ നിൽക്കുവാൻ ദൈവം കണ്ട ഒരു യഹൂദ. അന്ധകാരത്തിലെ ശക്തികൾക്കെതിരെ വിരച്ചുണ്ടുവാൻ ദൈവം കണ്ട ഒരു ലേവി കുടുംബം. ലേവി കുടുംബത്തിൽ നിന്നും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ മോശ സാധാരണക്കാരനല്ലായിരുന്നു. അവന്റെ മേൽ വാഗ്ദത്തമുള്ളവനായിരുന്നു. വാഗ്ദത്തമുള്ള മോശ വളരും തോറും പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഏകദേശം 80 വർഷം വേണ്ടത്ര സ്വൈര്യം കിട്ടാത്ത കാലഘട്ടം. ആ 80 വർഷത്തിന് ശേഷം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് ഇടപെടാനുള്ളത് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന പകല. എന്താണ് സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്? നിങ്ങളുടെ വീടിന്റെ കഷ്ടത ഞാൻ കണ്ടു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഷ്ടത ഞാൻ കണ്ടു. 4 ഭാഗത്തുനിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞെരുക്കി, 4 ഭാഗത്തുനിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വിടാതെ, 4 ഭാഗത്തുനിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിച്ചൊതുക്കി ഒരു തരത്തിലും ഗതി പിടിപ്പിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വിലച്ചുണ്ടിയ പൈശാചിക വ്യാപാര ശക്തിയോട് ഞാൻ പ്രതികരിക്കാനുള്ള സമയം എടുക്കുകയാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് പകൽ ഈ ആലോചനയുടെ മുമ്പിൽ നിങ്ങളങ്ങ് സമർപ്പിക്കണം. എനിക്കിന്ന് പ്രഭാതത്തിൽ 5 മണിക്ക് ശേഷം ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയാണ്. നിങ്ങളോട് ഇന്ന് പകൽ ദൈവം ഒരു സ്നേഹിതരോട് സംസാരിക്കുന്ന പോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ നിങ്ങൾ ഇടപെടിയാണ് അവൻ അഭിമുഖമായി സംസാരിക്കുക. എന്താണ് ദൈവം സംസാരിക്കുന്നത്? ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. പലരും പലതും ചെയ്തിട്ട്, പ്രൈസ് ദി ലോർഡ്, പല ദോഷങ്ങളും ചെയ്തിട്ട്, ആമേൻ, പലരും മാറി നിൽക്കുക. ദോഷം ചെയ്തിട്ട് അടിച്ചൊതുക്കിയിട്ട് മരണം കാണാൻ ആളുകൾ നോക്കി നിൽക്കുക. ദൈവാത്മാവ് വിളിച്ചു പറയാണ്, ഇല്ല കുഞ്ഞെ, നിന്റെ കഷ്ടത ഞാൻ ഇന്ന് കണ്ടിരിക്കുക, നിന്നെ ഞാൻ പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകല് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ പറയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചോളാൻ. ഞങ്ങളൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ്, ഇന്നും മുട്ടുകുത്തി രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത്. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി 2 കൈ ഉയർത്തി പ്രാർത്ഥിച്ചോണം. വീട്ടിനകത്തൊക്കെ അല്ലേ ഇരിക്കുന്നേ? ആ രോഗത്തിൽ ഇന്ന് സൗഖ്യം നടക്കും. ആ ക്ലേശങ്ങൾ ഇന്ന് മാറും. ഇന്നലെ വരെ അടിച്ചൊതുക്കിയ പൈശാചിക ആഭിചാര ശക്തിയുടെ മേൽ, അന്യ ആരാധനയുടെ ശക്തിയുടെ മേൽ നിങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് തുടങ്ങുമ്പോൾ, നിങ്ങൾ കൈയടിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിമുഖമായി സംസാരിക്കുന്ന പോലെ നിങ്ങളോട് അഭിമുഖമായി ദൈവത്തിന്റെ വചനം ഇടപെടുക. ഇനിയും അധികം അടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇനിയും അധികം ദ്രോഹിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇനിയും തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ അഭിമുഖമായിട്ട് ഇടപെടുകയാണ്. ഇനിയും അധികം കാലം വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന മഹാദൈവത്തിന്റെ തിരു സാന്നിധ്യം ഇന്ന് മുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായിക്കൂ. വഴികൾ അടച്ചതിന്റെ മേൽ ഗതി പിടിക്കത്തില്ല, ഉയരത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് വഴി അടച്ചു. ഇനി ശ്രദ്ധിച്ചേ, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചള്ള കൊഴിക്കേണ്ടിയവരാണോ? ഇവരിങ്ങനെ ഇഷ്ടികച്ചൂളെ പണിയെടുക്കേണ്ടിയവരാണോ? ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടിയവരാണോ? കണ്ണി കാണുന്നവരും കൈ കിട്ടുന്നവരുമല്ല നിർദാക്ഷിണ്യം, യാതൊരു ദയയില്ലാതെ അടിക്കൊള്ളേണ്ടിയ കുഞ്ഞുങ്ങളാണോ ഇത്?
അല്ല. ഈ കുഞ്ഞുങ്ങൾ അടി കൊള്ളേണ്ട കുഞ്ഞുങ്ങളല്ല. വളർന്നു വരുന്നതിനെ ആരോഗ്യമുള്ളതിനെ അടിച്ചൊതുക്കി ഇനിയും ആരോഗ്യമുള്ള ഒന്നും പുറത്തു വരത്തില്ലെന്ന് വിധി പറഞ്ഞപ്പോൾ സ്വർഗം വിളിച്ചു പറയാണ്, ഞാൻ നിന്നോട് അഭിമുഖമായിട്ട് ഇടപെടിയ ഇതിനെ ഞാൻ പുറത്തുവിടാൻ പോവുകയാണ്. ഓ ശബ്ദനാദിരാജന, ഹല്ലേലൂയ. അടികൊണ്ട് തിരിച്ചു വരുന്ന, ഇഷ്ടികച്ചുടൽ പണിയെടുത്ത് അടിമേടിച്ച് തിരിച്ചു വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ശരീരം വിരൂപമായി, വികൃതമായി, താടിയും മുടിയും വളർത്തി വികൃതമായി, ശരീരം മുഴുവൻ അടിയേറ്റ്, കണ്ടാൽ ഒരു യഹൂദന്റെ അവൻ രക്തത്താൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ തലമുറയുടെ യാതൊരു യോഗ്യതയില്ലാത്തതുപോലെ ഇതുങ്ങളെ അടിച്ചൊതുക്കി. ആരൊക്കെയോ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കരയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലെ അനുഭവമാണെന്ന് ബോധ്യമാകുന്നുണ്ട്. തലമുറകളെ സമനില പോലെ തെറ്റിച്ച് ഭ്രാന്ത് പോലെയാക്കി വാഗ്ദത്തമുള്ള തലമുറയ്ക്ക് വാഗ്ദത്തം കിട്ടാതെ പലതും വീടിനകത്ത് ബന്ധിക്കപ്പെട്ട് അകത്ത് കിടക്കുകയാണ്. മോശേ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് ഈ കുടുംബത്തിന് വിടന് വേണ്ടിയാ. നിന്നോട് ഞാൻ അഭിമുഖമായി സംസാരിക്കുന്നത് നിന്റെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ മുറികൾക്കകത്ത് മാനസിക രോഗികളെ പോലെ കിടക്കുന്നുണ്ട്. അടികൊണ്ട് തളർവാദ രോഗികളെ പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ അഭിമാസം 14-ാം തീയതി അവൻ രക്തത്താ കുഞ്ഞാറ് രക്തം കട്ടളക്കാർ രണ്ടിന്മേൽ കുറുമ്പടി മേൽ പുരട്ടണം കേട്ടോ. രക്തത്താഴ്ചയം അടിയുടെ കേട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇന്നലകളിൽ അടിച്ച സകല അടികളുടെ കേട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകൽ ആരോടോ ദൈവാത്മാ ശക്തമായി വിളിച്ചു പറയാണ്, ഇന്ന് പാട്ട് ഉപവാസ പ്രാർത്ഥന നിന്റെ കേട് മാറ്റുന്ന പകല, നിങ്ങളുടെ കുടുംബത്തിന്റെ കേട് മാറ്റുന്ന പകല. വിശ്വസിക്കുന്ന ഒരു ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. ആഭിചാരങ്ങൾ കൊണ്ട്, മന്ത്രവാദങ്ങൾ കൊണ്ട്, അന്യായ ശക്തികൾ കൊണ്ട് നിന്റെ കുടുംബത്തിന് മേൽ കേടുവരുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മ വിളിച്ചു പറയുന്നു, ഞാനൊരു അഭിമുഖമായിട്ട് ഇടപെടുകയല്ലേ, ഒരാളിനോട് സംസാരിക്കല്ലേ. ആ കുഞ്ഞുങ്ങളുടെ ഒരടിയുടെ പാട് പോലും കാണാതെ വേണം ആ കുഞ്ഞുങ്ങളെ വിരൂപമാക്കി അവൻ കഴിവുള്ള, ബുദ്ധിയുള്ള, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അടിച്ചൊതുക്കി. രക്തം ജയം. ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭവനങ്ങളുടെ ഉള്ളറയിൽ തലമുറകളുടെ മേൽ അത്ഭുത വിടുതൽ വ്യാപരിക്കുകയാണ്. ആർക്കും തടയാൻ കഴിയാത്തതുപോലെ. അത്ഭുതങ്ങളുടെ നീണ്ട പരമ്പരയാ. ചെറിയ കാര്യങ്ങളല്ല നടക്കുന്നത്. ഒരുവനോട് ദൈവം അഭിമുഖമായി ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, എന്നോടും നിങ്ങളോടും ദൈവം ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, എത്ര കരുത്തന്മാർ എതിരായി നിന്നാലും, എത്ര ആരോഗ്യമുള്ള എതിരായി നിന്നാലും, നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട സമയത്ത്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ഒരു കരമുണ്ട്. ആരെല്ലാം എതിർത്താലും ഇന്ന് പോലെ ആത്മാവിൽ പറയാൻ തയ്യാറാകട്ടെ, ഞാൻ ദൈവത്തോട് കൂടെയാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് കൂടെയാണ്. മോശ ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളെല്ലാം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 36 എന്നുള്ള വാക്യങ്ങളിൽ, ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചു വരും, മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തി വരും. ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. ആമേൻ. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നെയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. ഇതിനകത്തൊരു ആത്മീയ സന്ദേശമുണ്ട്. സഭ സദ്വർത്തമാനത്തിൻ്റെ സഭയാണ്. സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദുർവർത്തമാനമല്ല, സദ്വർത്തമാനം. സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാ ഞങ്ങളുടെ സദ്വർത്തമാനം. യേശുവാണ് ഞങ്ങളുടെ സദ്വർത്തമാനം. യേശുവാണ് ഏക മധ്യസ്ഥൻ. യേശുവാണ് ഏക ആരാധന യോഗ്യൻ. യേശുവാണ് ബഹുമാനത്തിന് യോഗ്യൻ. യേശുവാണ് സ്തുതിക്ക് യോഗ്യൻ. യേശുവിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. സഭ മുഴുവൻ അവന് വിരോധമായിട്ട്, മോശയ്ക്ക് വിരോധമായിട്ട് അവനെ പിറുപിറുക്കാൻ സംഗതി വന്നു. അപ്പൊ സഭയ്ക്കകത്ത് വാഗ്ദത്തങ്ങളെ കണ്ടുകൊണ്ട് പിടിച്ചടക്കാൻ കഴിയാത്തതിനെ പോലും പിടിച്ചടക്കാനുള്ള പവർ നമുക്കുണ്ടെന്ന് പറയുന്നവരായിരിക്കണം. സഭയ്ക്കകത്ത് ദുർവർത്തമാനം പരത്തുന്ന ആളുകൾ പരാജയപ്പെടും എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു.
രണ്ടുപേരേ ഉള്ളൂ. ഈ രണ്ടുപേര് പറഞ്ഞു ദേശം പിടിക്കാൻ പറ്റും. നമ്മളെ ദൈവം അത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ കഴിയും. കാരണം ദൈവം നമ്മോട് അഭിമുഖമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. റീമാന ശംദൽ കമന വൈഡമാന ഗച്ഛസിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്കെതിരെ എത്ര കരുത്തന്മാർ നിന്നാലും അതിനെ കീഴടക്കാനുള്ള ദൈവിക പവർ ദൈവം നിങ്ങളുടെ അകത്ത് തരിക. ധൈര്യത്തോടെ ഇന്ന് പറയണം, ഞങ്ങൾ പിടിക്കും, ഞങ്ങൾക്ക് ജയിക്കാനുള്ള കൃപ കർത്താവ് തരും. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇന്ന് കൈ ഉയർത്തി പറയണം, എൻ്റെ കുഞ്ഞ് ജയിക്കും, എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ചില പഠിക്കാനൊക്കെ ചില കഴിവൊക്കെ കുറവുണ്ടെന്ന് ഇതൊക്കെ സമ്മതിക്കുന്നു. ചില ബുദ്ധിയിലൊക്കെ ഇച്ചിരിയൊക്കെ കുറവുണ്ട്, ചില മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു പറ. മാതാപിതാക്കളൊക്കെ ഇന്ന് പകൽ കൈ ഉയർത്തി പറഞ്ഞോണം, എൻ്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടല്ലോ, നിങ്ങൾ രണ്ടും കൂടെ കൈ ഉയർത്തി പറയുന്നേ, ആഭിചാരോടെ കിടക്കട്ടെ, മന്ത്രവാദോടെ കിടക്കട്ടെ, അന്യായ സത്യയോടെ കിടക്കട്ടെ, ഇന്നലകളിൽ തോറ്റതിന്റെ കാര്യം നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. ആർക്കും തടയാൻ കഴിയാത്ത പരാക്രമം, ആർക്കും തടയാൻ കഴിയാത്ത ശക്തി നിങ്ങളെ അകത്ത് കർത്താവ് തന്നിരിക്കുകയാണ്. അതാ ദൈവത്തിന്റെ കാര്യപരിപാടി. ഈ രണ്ടുപേര് പറയാണ് നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. ഇവരുടെ പ്രത്യേകത എന്താ? യോശുവയുടെ പ്രത്യേകത, യോശുവ, കാലേബ് ഇവര് യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. നമ്മളെ വേദഭാഗങ്ങളൊക്കെ വായിച്ചു പോകുന്നത് നന്നായിരിക്കുമല്ലോ. യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിൽക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് പകൽ നമുക്കുണ്ടാകട്ടെ. ആമേൻ. എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തിന് സ്തുതിക്കാൻ കഴിയും? ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായി തരും. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച ഈ ജനത്തോട് പറ, ആരൊക്കെ തരത്തില്ലെന്ന് പറഞ്ഞാലും ദൈവം ഇന്ന് പകൽ ചില തരുമെന്ന് പറയണം. എൻ്റെ ദൈവം, ഞാൻ ദൈവത്തോട് പറ്റി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടതൊക്കെ അവൻ തരും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. കുടുംബക്കാരും ചാർച്ചക്കാരൊക്കെ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നത് നമ്മുടെ ദൈവമാണ്. അമ്മമ്മ പണത്തിൻ്റെ പ്രൗഢിയോ, കഴിച്ച ആഹാരത്തിൻ്റെ ബലമോ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സൗന്ദര്യമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഇന്ന് പകൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിക്കാൻ, ഹൃദയം കൊണ്ട് പുറമേ ഉള്ളതൊന്നുമല്ല. അമ്മ സ്തോത്രം. നമുക്ക് പുറമേ ഉള്ളത് അഭിനയമല്ല, അനുകരണം വേണ്ട. അഭിനയവും അനുകരണവും ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇന്ന് പകൽ വേണ്ടത് ഒരനുഭവത്തോടെ ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ ദൈവം ഇന്നലകളിൽ നടത്തിയ ദൈവമാ. ആരെല്ലാം ദൈവത്തിൽ നിന്ന് മാറി നിന്നാലും എനിക്ക് മാറാൻ പറ്റില്ല. ഹല്ലേലൂയ. എനിക്ക് മാറിപ്പോകാൻ പറ്റില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചൊരു ചരിത്രം പുറകിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സ്തുതിച്ചൊരു ചരിത്രം പുറകിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ മഹത്വപ്പെടുന്നത് മാത്രമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും. ആമേൻ. യോശുവായ്ക്കും കാലേബിനും ഒക്കെ പറയാൻ കഴിയും, ഞങ്ങൾ ഇതിനെല്ലാം അയോഗ്യരായിരുന്നു, പക്ഷേ ഞങ്ങളെ ഇതിന് യോഗ്യതാക്കിയത് ഞങ്ങളുടെ പിതാക്കന്മാർ ഇന്നലകളിൽ ദൈവത്തെ സ്തുതിച്ചവരാ. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തവരാണ്. നാം മറന്നു പോകരുതേ. കാലേബ് യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റിച്ചേർന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കുടുംബത്തോട് ദൈവത്തിന് കരുണ കാണിക്കണം. ഇനിയും ശ്രദ്ധിക്കണം, ഈ വാക്യത്തിനകത്തൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ കാലേബ് ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് അവൻ്റെ തലമുറയെ ദൈവം മറന്നില്ല. ആമേൻ. വയലിൽ നിന്ന് വന്ന കുറേനൊക്കെ തന്നെ ശീമോൻ എന്ന് ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ ശീമോൻ്റെ തലമുറയെ അലക്സാണ്ടറിനെയും രൂഫോസിനെയും മാനിച്ചൊരു ദൈവമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പകൽ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും സാമ്പത്തിക ക്ലേശങ്ങളുടെയും നടുവിൽ ദൈവത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ചങ്കൂറ്റത്തോടെ നിന്ന് അമ്മമാരാണ്, അച്ചാച്ചമാരാണ് ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കറിയാം, ഈ പ്രസംഗം കേൾക്കുമ്പോൾ ചില ആൾ കരയുന്നുണ്ട്. പാസ്റ്ററേ, ഇത് എൻ്റെ അനുഭവമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തോട് പറ്റി നിന്നാൽ നിങ്ങളുടെ കണ്ണടയുന്നതിന് മുന്നമേ തലമുറയ്ക്ക് നന്മകൾ അവകാശമാക്കി കൊടുക്കാൻ
നിങ്ങളുടെ കയ്യിൽ കർത്താവ് തരുന്ന ദൈവമാ. കാലേബിന്റെ മകൾ അക്സ പറയുന്നു, എന്നെ തെക്കേ ദേശത്തേക്കല്ലേ അയച്ചത്? സിംഹിയും കേസരിയും അണലിയും പറക്കുന്ന സർപ്പങ്ങളുള്ള സ്ഥലത്തേക്കല്ലേ എന്നെ അയച്ചത്? അതേ കുഞ്ഞെ, നിന്നെ അയച്ചത് പ്രാർത്ഥിക്കുന്ന, യഹോവയോട് പറ്റിച്ചേർന്ന അപ്പന്റെ മകളാ നീ. ചുടമന ഹദരഘടക ശബ്ദനാദിരാജന അന്തൽ കമനഘടക ശംഭവാവറൗഷമാന ആമൻ രക്തത്താൽ അങ്ങനെ ഒരു പിതാവിന്റെ മകളായതുകൊണ്ട് ഒരു കേസരിക്കോ ഒരു സിംഹിക്കോ ഒരണലിക്കോ പറന്നു വരുന്ന അഗ്നി സർപ്പങ്ങൾക്കോ നിന്നെ തൊടാൻ കഴിയാതെ വേണം ഞാൻ നിനക്കൊരു അതിര് വെച്ചിരിക്കുന്ന ദൈവമാ. യഹോവയെ സേവിക്കുന്നവരും യഹോവയെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. വിശ്വസിക്കണമേ. ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കാലേബ് ധൈര്യമായിട്ടാണ് തൻ്റെ മകൾക്ക് ഈ സ്ഥലം കൊടുത്തത്. അവിടെ ചെന്നപ്പോൾ പ്രതിസന്ധികളെ വകവയ്ക്കാതെ ധൈര്യത്തോടെ നിന്നിട്ട് പിതാവിൻ്റെ അടുത്ത് വന്ന് മടങ്ങുമെന്ന് പറയുക, എന്നെ തെക്കദേശി കേരളത്തിലെ അവൾക്ക് മലയിലും താഴ്വരയിലും നീറുറവകൾ ശ്രേഷ്ഠകരമായത് തൻ്റെ പിതാവിന് കൊടുക്കത്തക്ക വിധത്തിൽ ദൈവം തമ്പുരാൻ മുന്നമേ കരുതി വെച്ചു. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവം വിളിച്ചു പറയുന്നു, ഇപ്പോൾ തലമുറയ്ക്ക് ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരുതാത്തതൊന്ന് ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കൈയടിച്ചും വാ തുറന്നും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആര് കരുതിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുതൽ ശ്രേഷ്ഠമായ നിലയിൽ വെളിപ്പെടുക. ആമേൻ. എത്ര ധൈര്യത്തോടെ നിൽക്കാനുള്ള കൃപ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അക്സയുടെ ഭർത്താവിന്റെ പ്രത്യേകത, സകല പൈശാചിക ശക്തികളെയും കീഴ്പ്പെടുത്താനുള്ള അധികാരം ദൈവം അവന്റെ മേൽ പകരുകയുണ്ടായി. ശ്രദ്ധിക്കൂ, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അന്ധകാര വ്യാപാരത്തെ പിടിച്ചു കെട്ടാനുള്ള, ദേശം പിടിക്കാനുള്ള പവർ കൈമാറിയെങ്കിൽ അത് തന്നെ ഇന്ന് പകൽ നമ്മുടെ മേൽ കൈമാറാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ഇന്ന് പകൽ ആശ വെച്ചവന് മഹത്വം കൊടുക്കുന്നത്. ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക്, 17-ാം അധ്യായം വളരെ പരിചയമുള്ള അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചോളം ആ വേദഭാഗങ്ങൾ കൂടെ കൂടെ വായിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അധ്യായമാണ്. ആ 17-ാം അധ്യായത്തിലാണ് ദൈവം ഈ ജനത്തെ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി. 17-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിന് മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. മോശ, യോശുവ, കാലേബ്, ഈ 3 പേരെ കുറിച്ചാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ദൈവശബ്ദം കേൾക്കുന്ന മോശ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന പറ്റി നിൽക്കുന്ന കാലേബ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ സജ്ജനായി നിൽക്കുന്ന യോശുവ. ഓ മതിയല്ലോ, എന്തിനാ ഒരുപാട് പേര് രക്തം ചെയ്യും. യോശുവയോട് പറയാണ്, നീ യുദ്ധം ചെയ്യണം, ഞാൻ കുന്നിൻ്റെ മുകളിൽ വടിക്കൈയിൽ പിടിച്ചുകൊണ്ട് ഞാൻ കരമുയർത്തി നിൽക്കും. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അപ്രതീക്ഷിതമായ അസംഭവ്യമായ നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ കൈ വെളിപ്പെടും. ഒരു മനുഷ്യൻ കൈ ഉയർത്തിപ്പിടിച്ചാൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിന് യുദ്ധം ചെയ്യണ്ടേ? പക്ഷേ ശത്രുവിൻ്റെ ബലത്തെ ദൈവത്തിന് കെടുത്തണം. നിങ്ങൾ കൈ ഉയർത്തിയാൽ, മോശെ നീ കൈ ഉയർത്തിയാൽ ശത്രുവിൻ്റെ ബലത്തെ ഞാൻ കെടുത്തു, നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ എന്നോട് അഭിമുഖമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, എന്നോട് ആലോചന ചോദിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന നിന്റെ യുദ്ധത്തിൽ എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഒരു സ്തോത്രം പറഞ്ഞു, ഒരു സ്തോത്രം പറഞ്ഞു. പുതിയ നിയമത്തിൽ നമുക്ക് യുദ്ധമല്ല, പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരു സ്തോത്രം പറഞ്ഞു. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് കടുത്ത പോരാട്ടമുണ്ട്. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും എതിരെ കയറി വരുന്ന സകല ശക്തിയുടെ മേലും ജയിപ്പാൻ ദൈവം നമുക്ക് അധികാരം കൈമാറുന്ന ദൈവമാണ്. ദൈവം എന്നോട് പറഞ്ഞു പോയി, ശബ്ദം ഞാൻ കേട്ടുപോയി, ഇന്ന് നിങ്ങൾ ജയിക്കുന്ന പകല, ഇന്ന് നിങ്ങളുടെ കുടുംബം ജയിക്കുന്ന പകല, ഇന്ന് ഉപവാസപ്രദയുടെ പ്രഥമ പകലിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവം നിങ്ങൾക്ക് ജയം തന്ന പകല. കുഞ്ഞിൻ്റെ വിവാഹാലോചന വന്നു, നടക്കത്തില്ലെന്ന് ആളുകൾ പറയുന്നു.
കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആളുകൾ നോക്കിയിട്ട് പറയുന്നത് നടക്കത്തില്ലെന്ന്. നല്ല ആലോചന വന്നേ, പക്ഷെ സാഹചര്യങ്ങൾ താളം തെറ്റുന്നു. ആമേൻ, ആമേൻ. എത്ര താളം തെറ്റിയാലും അമ്മ ഇന്ന് മുട്ടുകുത്തി 2 കൈ ഉയർത്തിക്കൂ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ ഒരു യുദ്ധക്കളത്തിലാണ് നിങ്ങൾ. ഈ യുദ്ധം പരാജയത്തിന്റെ യുദ്ധമല്ല, ഇത് വിജയത്തിന്റെ യുദ്ധമാണ്. അമാലിയൊക്കെ നീ എത്ര കരുത്തുള്ളവനാണെങ്കിലും നീ ഇന്ന് തോറ്റിരിക്കും. നീ ആരോടൊക്കെ ജയിച്ച് കയറി വന്നാലും എന്റെ ജനത്തോട് ജയിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കത്തില്ല. ഉള്ളങ്ങളെ ദൈവാത്മാവ് ഇന്ന് മുതൽ പ്രവചനാത്മാവ് വിവേചിക്കുന്നു. അത്തുരയുടെ വൈടക്കെട്ടി അംദൽക്കമന മധ്വരച്ചന വൈടകരാജ ശംദൽക്കമന. ചില കുടുംബങ്ങളിൽ ഇന്ന് മുതൽ വിടുതൽ വ്യാപരിക്കുന്നു. ചില തലമുറയുടെ മേൽ ഇന്ന് മുതൽ വിടുതൽ വ്യാപരിക്കുന്നു. അഴിയപ്പെടാത്ത കുരുക്കുകൾ ഈ ആരാധന അഴിയപ്പെടുകയാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ യേശുവിനെ കൈവെളിപ്പെടുക. ഹല്ലേലൂയ. ഇതെങ്ങനെ യുദ്ധം ജയിക്കുന്നത്? യുദ്ധത്തിന് യുദ്ധം ചെയ്യണം എങ്കിലേ യുദ്ധം ജയിക്കത്തുള്ളൂ. പക്ഷെ ശത്രുവിൻ്റെ ബലത്തെ ദൈവത്തിന് കെടുത്തണം. അത് കെടുത്തണമെങ്കിൽ നീ കൈ ഉയർത്തിപ്പിടിക്കണം. നീ കൈ ഉയർത്തിപ്പിടിച്ചു. അവൻ കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവൻ യഹോവയോട് ആലയത്തോട് ചേർന്ന്, ആലയത്തോട് പറ്റി നിൽക്കുന്ന, രക്തം ചെയ്യാം, ആലയത്തോട് പറ്റി നിൽക്കുന്ന, ആ ദൈവത്തോട് പറ്റി നിൽക്കുന്ന യോശുവ പറയാണ്, പിശാചേ നിനക്കെന്നെ ജയിപ്പാൻ കഴിയില്ല കേട്ടോ. എൻ്റെ കുടുംബത്തെ ജയിപ്പാൻ കഴിയത്തില്ല. ഇന്നലകളിൽ അടിച്ചതും ഇന്നലകളിൽ ഒതുക്കിയതും ഒക്കെ നല്ല കാര്യം, പക്ഷേ ഇന്ന് ഞാൻ അനുവദിക്കത്തില്ല. കാരണം ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഈ ഉപവാസപ്രാർത്ഥന പറയാൻ കഴിയും? ദൈവം എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ജയം. ദൈവം ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, ഹല്ലേലൂയ, അവർ ഞങ്ങളെ വിഴുങ്ങിക്കളഞ്ഞേനെ. ഹല്ലേലൂയ. യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. ബാല്യം മുതൽ അവർ എന്നെ ഉപദ്രവിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മ വിളിച്ചു പറയുന്നു, ഇല്ലമ്മേ, അമ്മാമ്മ അച്ചായ വിശ്വസിക്കുക. ഇന്ന് പകൽ വചനത്തിലൂടെ ദൈവാത്മ ഇടപെടുന്നു. നിങ്ങളുടെ ആ രോഗാവസ്ഥയ്ക്ക് വിടുതല. വൈദ്യശാസ്ത്രം പറഞ്ഞ ട്യൂമറാന്ന്, വൈദ്യശാസ്ത്രം പറഞ്ഞ ഹാർട്ട് ചുരുങ്ങുവാന്ന്, വൈദ്യശാസ്ത്രം പറഞ്ഞ ഉദരത്തിൽ ശസ്ത്രക്രിയ വേണമെന്ന്. പക്ഷെ ഇന്ന് പകൽ കൈ തൊടാതെ, കത്തിവെക്കാതെ യേശുവിനെ കൈ തൊടിയ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറക്കും. ആർക്കും തടയുവാൻ കഴിയില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ഭക്തന്മാരൊക്കെ വളരെ പ്രത്യേകതയുള്ളവനായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു ഇവര്. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ മേൽ യഹോവയുടെ ആത്മാവുണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യം, 27-8. ആമേൻ. രക്തത്താഴ്ച 18-ാമത്തെ വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലിയാസിൻ്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം, രക്തം ചെയ്യും. യോശുവ വിജയിക്കാനുള്ള കാരണം അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവുള്ളവനായി. പ്രിസലും അവൻ രക്തത്താഴ്ചയും ദൈവത്തിൻ്റെ ആത്മാവുള്ള യോശുവ യുദ്ധത്തിൽ പരാജയപ്പെടുകയില്ല. ഇനി അടുത്ത ദിവസം പ്രസംഗിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ പ്രസംഗിച്ചോളാം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉറപ്പിക്കുന്നു, ഒരു കുടുംബത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വേണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വേണം. പിടിച്ചു നിൽക്കണ്ടേ? ഈ ശക്തിയുടെ മേൽ പരാജയപ്പെട്ട് പോകരുതല്ലോ. യുദ്ധം ജയിക്കണ്ടേ? യുദ്ധം ജയിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അത് ശക്തിയോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. യഹൂദാ ഗോത്രത്തിൽ യെഫൂന്നയുടെ മകൻ കാലേബ് ആരാധനയുള്ള ഗോത്രമാ, സ്തുതിയുള്ള ഗോത്രമാ, പ്രമാണമുള്ള ഗോത്രമാ, വേർപാടുള്ള ഗോത്രമാ. ആരാധനയുള്ള ഈ തലമുറയുടെ മേൽ കണ്ടോ. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് കേട്ടോ. യഹൂദാ ഗോത്രത്തിൽ യെഫൂന്നയുടെ മകനായ കാലേബ്. ഇനിയും പ്രൈസ് ദി ലോർഡ് അടുത്ത വാക്യം 16-ാമത്തെ വാക്യം കിടക്കുന്നു, 13-16 കിടക്കുന്നു. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. ഇവരൊക്കെ കരുത്തന്മാരായി മാറിയതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ കർത്താവ് മുന്നമേ പകർന്നിരുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആമേൻ. ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശ, കൂടാരത്തെ വിട്ടുപിരിയാത്ത യോശുവ, യഹോവയോട് പൂർണ്ണമായിട്ട് പറ്റുന്ന കാലേബ്. ഹല്ലേലൂയ. ഇനിയും കേട്ടു,
പുതിയ നിയമത്തിൽ കർത്താവിനെ അന്ധമായി സ്നേഹിക്കുന്ന പത്രോസ്, മരിക്കാനും തയ്യാറാകുന്ന പത്രോസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നതിന് ശേഷം പത്രോസിന്റെ ലെവൽ മാറി. പുതിയ നിയമത്തിൽ കർത്താവിനെ സ്നേഹിച്ച പത്രോസ്, കർത്താവിനെ സ്നേഹിച്ച പത്രോസ് അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഉപയോഗിച്ചു. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ പലതും ഈ പത്രോസിനെ ചെയ്യുവാൻ അധികാരം ദൈവം കൈമാറി. വിശ്വസിക്കണേ, ഇന്ന് പകൽ അതേ ആത്മാവിന്റെ ശക്തിയാണ് ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഇനി ശ്രദ്ധിക്കൂ, പൗലോസ് ശ്രേഷ്ഠനായിരുന്നു, ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു, എല്ലാ വഴികളും അടയപ്പെടും, ധൈര്യത്തോടെ നിന്നു. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ പോയി പ്രസംഗിക്കാൻ സമയം വിടുന്നു. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ പോയി, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു, അവനെ പുറത്തു കൊണ്ടുവന്നു. രക്തം ചെയ്യും, ആർക്കും തടയാൻ കഴിയാത്ത ദൈവശക്തി. 6 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരുടെ മേലെല്ലാം ആർക്കും തടയാൻ കഴിയാത്ത ദൈവശക്തി വെളിപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഉപവാസപ്രാർത്ഥന സംബന്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മേലും എൻ്റെ മേലും അതേ ആത്മാവിന്റെ ശക്തിയെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും തടയാൻ കഴിയാത്ത ദൈവശക്തി കൈമാറുകയാണ്. എല്ലാ കടകളും അടയട്ടെ. നിങ്ങളുടെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് പകൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശ രാജ്യത്തെ കീഴടക്കുവാൻ, മന്ത്രവാദ ശക്തികളെ കീഴടക്കുവാൻ മോശയ്ക്ക് അധികാരം കൈമാറിയെങ്കിൽ ഇന്ന് പകൽ ആ ശക്തി നമ്മുടെ മേൽ പകുതിയാണ്. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകലിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ വരുന്ന സകല ദൈവമക്കൾക്കും പവർഷൻ TV പ്രേക്ഷകരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഒരു വലിയ വിടുതലിന് കാരണമാകട്ടെ. ഇന്ന് പകൽ രോഗികളായി ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. മനോഭാരത്തോടെ ആയിരിക്കുന്നവരെ വിടുതലയക്കണമേ. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവ് അതെ അവർക്ക് വഴികൾ തുറക്കണമേ. തലമുറയുടെ വിദ്യാഭ്യാസം വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. തലമുറകൾ ശ്രേഷ്ഠരാകണമേ എന്നോർത്തിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി, വേർതിരിക്കപ്പെട്ട ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു വലിയ ശക്തിയുടെ മേൽ പകരണമേ. വിവാസ പ്രാർത്ഥന മറക്കാനാവാത്ത അനുഭവമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.